മുടക്കാതെ നല്ല രീതിയിലുള്ള നനവ് വാഴകൾക്ക് കൊടുക്കുക. കാരണം നമ്മളിന്ന് ഇട്ടിരിക്കുന്ന വാഴയ്ക്ക് കൊടുത്തിരിക്കുന്ന വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ 200 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് 1/2 ലിറ്ററും NPK 20-20-20 ഫോർമുല 1 കിലോയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല രീതിയിൽ വാഴയുടെ മുകളിലും താഴെയും കിട്ടുന്നത്തക്ക രീതിയിൽ വെയിലിന് മുമ്പായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ വളം രാവിലെ അടിച്ചു കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിലോട്ടായി കഴിഞ്ഞാൽ വാഴകളിൽ പിന്നീട് വരുന്ന വെയിലിലുള്ള പ്രവർത്തനങ്ങൾ കുറയും. അതുപോലെ നമ്മൾ അടിച്ചു കൊടുത്ത വളങ്ങൾ കൃത്യമായിട്ട് വാഴ വലിച്ചെടുക്കാതെ വരും. അതുകൊണ്ട് വൈകുന്നേരം ഒഴിവാക്കിയിട്ട് രാവിലെ അടിച്ചു കൊടുക്കുന്നതാണ് വാഴയ്ക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ. ഫോളിയർ വളങ്ങൾ ചെയ്യുന്നതിനകത്ത് നമുക്കൊരു പെട്ടെന്നുള്ളൊരു ബൂസ്റ്റിംഗ് ഉണ്ടാകും. നമുക്ക് ഇട്ട് കൊടുക്കുന്ന വളത്തിനകത്ത് പൂർണ്ണമായിട്ട് നമ്മൾ 200 ഗ്രാം വളം അതിൻ്റെ കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ അത് പൂർണ്ണമായിട്ടും വാഴ വലിച്ചെടുക്കുകയില്ല. അങ്ങനെ വലിച്ചെടുക്കാതെ മൈക്രോ ന്യൂട്രിയൻസ് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് നമുക്ക് വാഴകളിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വളം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഇട സമയങ്ങളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് നമുക്ക് വാഴകളിൽ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് വാഴകളിൽ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറുകയില്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്യും. ഇനിയും നമുക്ക്